ഈ ബ്ലാക്ക് കാറ്റിനെ ഉപയോഗിച്ചിട്ട് സാധാരണ ആളുകളെ മർദ്ദിക്കാനും പ്രതിഷേധങ്ങളെ അടിച്ചൊതുക്കാനും ഒക്കെ കഴിയുമെന്ന് വ്യാമോഹിക്കുന്ന മാനേജ്മെന്റ് അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. അവരേതെങ്കിലും സുഖവാസ കേന്ദ്രത്തിൽ ഇരുന്നിട്ട് റിമോട്ട് കൺട്രോൾ പോലെ ഒരു മാനേജ്മെന്റ് പ്രതിനിധി എന്ന നിലയിൽ മേധാവി എന്ന നിലയിൽ ഒരു കോളേജ് ഭരിച്ചു കൊണ്ടുപോകാമെന്ന് വ്യാമോഹിക്കുന്നെങ്കിൽ അവർക്ക് തെറ്റുപറ്റി. കാരണം ഇവിടെ ജനങ്ങളുടെ പ്രതിഷേധത്തെ മറികടന്നുകൊണ്ടിട്ട് എത്ര വലിയ മുതലാളിക്കും ഒരു കോളേജോ അല്ലെങ്കിൽ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ കഴിയും എന്ന് കേരളത്തിന്റെ ചരിത്രത്തിൽ നമുക്കൊരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ എന്താ നടന്നത്? ഇവിടെ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ നിതിൻ രാജ് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട കുട്ടി, ആ കുട്ടിയെ ക്രൂരമായി കൊന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ആക്ഷേപം. ഇവിടുത്തെ ഡെന്റൽ കോളേജിന്റെ മേധാവി എന്നുള്ളതിൽ ഈ ബൗൺസർമാരെ അധികമായിട്ടുള്ളതാണ്. സുരക്ഷാ ജീവനക്കാർ നേരത്തെ ഉണ്ട്, സെക്യൂരിറ്റി, പക്ഷെ അതിന്റെ പുറമെയാണ് ഈ ബൗൺസർമാരെ. പോലീസ് നോക്കി നിൽക്കായിരുന്നു. ഞാനിപ്പോ എസ് ഐയോട് സംസാരിച്ചു. ഞാൻ സംസാരിച്ചപ്പോ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ മാർച്ച് തടയാൻ വന്നത്? തടഞ്ഞല്ലോ. ഇവിടെ ഞാൻ പറയുന്നത് ഇതിലേറ്റവും കാണേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇന്ന് ഈ മാർച്ച് നടക്കുന്നത് ദളിത് ലീഗിന്റെ നേതൃത്വത്തിലാണ്. ഇന്ത്യ യൂണിയൻ ദളിത് ലീഗിന്റെ പ്രവർത്തകന്മാരാണ്. ഈ ഇരിക്കുന്ന ആളുകൾ മുഴുവനും ദളിതരാണ്. ആ ദളിത് വിഭാഗത്തിൽ പെട്ടിട്ടുള്ള ആളുകളെ എന്തിന്റെയൊക്കെയോ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മർദ്ദിച്ചൊതുക്കാമെന്നാണ് അവർ വ്യാമോഹിക്കുന്നത്. അതിന്റെ ഒഫൻസും അതിന്റെ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിശോധിച്ചിട്ട് ഇവർക്കെതിരെ നടപടി എടുക്കണം.